അപ്പൊ എന്നോട് വന്നപ്പോ ചോദിച്ചു അച്ഛൻ ആർക്കാ കിഡ്നി കൊടുത്തതെന്നുള്ളത്. ആർക്കാ കൊടുത്തതെന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും എന്നെ മറ്റേത് മനുഷ്യനാണെങ്കിലും ആ പ്രവൃത്തിക്ക് ആ വ്യക്തിക്ക് എന്ത് നന്മ കിട്ടി എന്നുള്ളത് അയാൾക്കല്ല, അത് തിരിച്ചെനിക്ക് കിട്ടും. ഞാൻ ഇപ്പോൾ മിംസിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഈ ക്രോസ് ചെയ്തിട്ടുള്ള അവരുടെ സംഘം ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു നമ്മുടെ ഒരു വലിയ സൗഹൃദത്തിന്റെ ഒരു പിന്നെ സഹോദര്യം. കാരണം ഒരുപക്ഷെ പല മതവിശ്വാസികളുടെയും കിഡ്നി ആയിരിക്കും പലയിടങ്ങളിലും ഉണ്ടാവുക. അപ്പൊ അവർ തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കരമാണ്. നമ്മുടെ പല ബിഷപ്പ് ഉണ്ടായിരുന്നല്ലോ പിതാവ് എന്നോട് അച്ഛൻ പറഞ്ഞു ആർക്കെങ്കിലും കൊടുക്കാം. സൂരജിന്റെ വയറ്റിലാണ് പിതാവിന്റെ കിഡ്നി ഇരിക്കുന്നത്. സൂരജിന്റെ വയറ്റിലാണ് ഒരു ബിഷപ്പിന്റെ കിഡ്നി ഇരിക്കുന്നത്. അതാണ് തങ്ങൾ പറഞ്ഞത്. ഒരു മുസ്ലിമിന്റെ വയറ്റിലാണ് മറ്റൊരു ക്രിസ്ത്യാനിയുടെ കിഡ്നി ഇരിക്കുന്നത്. എന്റെ കിഡ്നി ഇരിക്കുന്നത് അച്ഛൻ പറഞ്ഞ ഒരു പെരുന്നാൾ ദിവസത്തിലൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ എല്ലാവരും സന്തോഷിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ ഫിത്തർ സക്കാത്ത് അതാണ്. പിന്നെ ഈ ഈദുൽ ഫിത്തർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് ഈ സക്കാത്ത്, അതായത് നമ്മുടെ ദേഹത്തിൻ്റെ സക്കാത്ത് എന്ന് പറയും. ഫിത്തർ എന്നാൽ മനുഷ്യൻ്റെ ശരീരം നടത്തും. അപ്പോൾ ഇതിൽ പിന്നെ അന്നൊരാളും പട്ടിണി എടുക്കാൻ പാടില്ല. അപ്പോൾ ഏതൊരാളും എൻ്റെ ഒരു ദാനത്തിൻ്റെ അളവുണ്ട്, ആ അളവ് കൊടുത്തോളം എന്നാണ് ഓരോ വ്യക്തിയും. ഇപ്പം നമ്മുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ പേരിലും നമ്മൾ കൊടുക്കണം. അപ്പം അങ്ങനെ നിർബന്ധമാക്കിയ ഒരു സാധനം അതിൽ നമുക്ക് ഒരു വിധത്തിലും. അപ്പം എല്ലാത്തിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനം നമ്മൾ ഷെയർ ചെയ്യാണ്. ഇതിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് പിന്നെ ലോകത്തുള്ള എല്ലാ രീതിയിലുള്ള സന്തുലനാവസ്ഥ ഉണ്ടാവുക, സാമ്പത്തിക സന്തുലനം. അതാണ് ഇപ്പോൾ നോമ്പിൻ്റെ മുന്നേ പിന്നെ സക്കാത്ത്. ആ സക്കാത്ത് നമ്മുടെ പണം അതിൻ്റെ ഇത്ര തോതിൽ നമുക്ക് ഒരു വർഷം വെറുതെ നിൽക്കുന്ന ഏതെങ്കിലും പണം ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% അത് നമ്മുടേതല്ല, അത് പാവപ്പെട്ടവർക്ക് അർഹരായിട്ടുള്ള അത് അവരുടെ അവകാശമാണ്. അപ്പം അത് നമ്മൾ കൊടുത്തു വീട്ടുക എന്നുള്ളതാണ്. അപ്പം എന്ത് ചെയ്യും, ലോകത്തിലെല്ലാവരും ഒരു സാമ്പത്തികമായ ഒരു സമത്വം ഉണ്ടാവുന്നുള്ള. ശരിക്കും എല്ലാ പെരുന്നാളിലും നമ്മൾ പറയുന്നത് നിങ്ങൾ യഥാർത്ഥ മനുഷ്യൻ. ഇനി മനുഷ്യന്റെ ഉള്ളിൽ കേടുവന്നിട്ട് ഞാൻ ഒരു കൊച്ചു തമാശ പറയാം. ഒരിക്കലൊരു സ്കൂളിലെ 10ാം ക്ലാസ് ആവുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമല്ലോ. അപ്പോൾ ഹെഡ് മാഷ് പറഞ്ഞു നമുക്ക് ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കണം, ഗ്രൂപ്പ് ഫോട്ടോ. അപ്പോൾ പിള്ളേരുടെ കയ്യിൽ നിന്ന് എത്ര പൈസ വേണം? പിള്ളേരുടെ കയ്യിൽ നിന്ന് ഒരു 20 രൂപയെങ്കിലും ആക്കി. പാവപ്പെട്ട കുട്ടികളെ നീ ഒന്നും കുറയ്ക്കേ, ശരി 10 രൂപയിലാവട്ടെ, അത് 10 രൂപ ഞാൻ ഉറപ്പിച്ച്. എന്നിട്ട് ഹെഡ് മാസ്റ്റർ എല്ലാ ടീച്ചർമാരും വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. അപ്പോൾ എല്ലാവരും 20 രൂപ വെച്ച് കുട്ടികളിൽ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ടീച്ചർ പോയി ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളോട് പറഞ്ഞു അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും 50 രൂപ വെച്ച് കൊണ്ടുവരണം. കുട്ടികൾ ശരിയെന്ന്. കുട്ടി വീട്ടിൽ പോയിട്ട് അവിടെ അമ്മ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട്, അപ്പൊ എല്ലാവരും 100 രൂപ വെച്ച് കൊണ്ടുവരണം. അപ്പൊ അപ്പം വരട്ടെ പറഞ്ഞു. അപ്പൊ വന്നപ്പോ അമ്മ പറഞ്ഞു അതെ പിള്ളേര് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന പറഞ്ഞ 200 രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ ഞെട്ടിപ്പോയി. 200 രൂപയാ. എന്താ ഞെട്ടാൻ കാരണം അറിയോ? ആ അപ്പനായിരുന്നു ഫോട്ടോഗ്രാഫർ. ഇതുപോലെയാണ് അപ്പൊ മനുഷ്യൻ ചിന്തിക്കണെന്നറിയോ? അതിപ്പോ ഞാനെങ്ങനെ ഇതിന്റെ ഉള്ളിലാണ് കേടുകൾ ഇരിക്കുന്നത്. ഇതിലൊന്നും ആൾക്കാർ കേട് കാണണില്ല. ഇവിടെ നമ്മള് ഇപ്പൊ ഇരിക്കുന്നത് ആക്ച്വലി കൊടപ്പനക്കൽ വീട്. ഇതാണ് നിങ്ങളുടെ ഒറിജിനൽ. നമുക്ക് ഈ വീടിന്റെ മുറ്റത്ത് നിന്ന് ഈ വൈൻഡപ്പ് നമുക്ക് അവിടെ വെച്ചിട്ടാണ്. എത്ര ചരിത്രം ഉണ്ടാവും, എത്ര വർഷം ഉണ്ടാവും ഈ വീടിന്റെ ചരിത്രം എന്ന് പറയുന്നത്? പിന്നെ ഇത് പൂക്കോയത്തങ്ങളെ പിന്നെ ആണ്, അതായത് പൂക്കോയത്തങ്ങളുടെ വല്യപ്പ, അത് പൂക്കോയത്തങ്ങൾ ബാപ്പയുടെ ബാപ്പ, അദ്ദേഹത്തിൻ്റെ അളാപ്പായുടെ വീടായിരുന്നു ഇത്. എത്ര വർഷത്തെ പഴക്കം? അത് എനിക്കൊരു 100 വർഷത്തിന് മുകളിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു, അതായത് പൂക്കോയത്തങ്ങൾ അളാപ്പ. അപ്പോൾ പൂക്കോയത്തങ്ങൾ ദത്തെടുത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ പൂക്കോയത്തങ്ങൾക്ക് വീട് കൊടുത്തു ഈ തറവാട്. അപ്പം അതിന് ശേഷം പിന്നെ പൂക്കോയത്തങ്ങൾ മക്കളൊക്കെ ഇവിടെ ആയി. ആൾക്കാർക്ക് ചിലപ്പോൾ പുതിയൊരു അറിവായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അലി എന്നായിരുന്നു, സെയ്ദ് അലി ഷിഹാബുദ്ദീൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വാപ്പയുടെയൊക്കെ പേരിൽ എല്ലാവരും അവരുടെ ഒരു ആദര സൂചകമായി മുഹമ്മദ് അലി, ഉമർ അലി, ആ അലി എന്നുള്ള പേര് അങ്ങനെ വന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.